ടൂറിസം പ്രൊഡക്ട്സ് ആൻഡ് പ്രൊമോഷൻ എന്ന നമ്മുടെ ടോപ്പിക്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൂറിസം റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. കാറ്റഗറീസ് ഓഫ് ടൂറിസം റിസോഴ്സസ്. വേരിയസ് മോഡ്സിൽ ടൂറിസം റിസോഴ്സസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് റിസോഴ്സ് നോക്കാം. ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ സോഴ്സ് ഓർ സപ്ലൈ ഫ്രം വിച്ച് ബെനഫിറ്റ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ബെനഫിറ്റ്സ് കിട്ടുന്ന ഏതൊരു സാധനത്തെയും നമ്മൾ റിസോഴ്സ് എന്നാണ് പറയുക. Typically, resources are materials or other assets that are transformed to produce benefits, and the process may be consumed or made unavailable. അതായത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു അസറ്റായിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുക. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബെനിഫിറ്റിന് കിട്ടുന്ന ഏതൊരു അസറ്റിനെ നമ്മൾ എന്ത് വരും, റിസോഴ്സായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ടാകും റിസോഴ്സ് പേഴ്സൺ, അതേപോലെ പല റിസോഴ്സുമാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സാണ് സത്യത്തിൽ, നമുക്കതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദി ഹ്യൂമൻ പെർസ്പെക്റ്റീവ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ഒബ്റ്റെയിൻ ഫ്രം ദി എൻവയോൺമെൻറ്റ് ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഏതൊരു പ്രൊഡക്റ്റിനെയും നമ്മൾ എന്ത് വിളിക്കാം, പ്രൊഡക്റ്റ് ആവാം, അതല്ലെങ്കിൽ ഇറ്റ്സ് മേ ബി എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആവാം. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബയോളജിക്കൽ ആൻഡ് ഓർ ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റിസോഴ്സ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിനെയും നമ്മൾ റിസോഴ്സ് എന്ന് പറയാം. അപ്പോൾ റിസോഴ്സിന് മെയിൻലി 3 കാറ്റഗറിയാണ് പറയുക: യൂട്ടിലിറ്റി, ലിമിറ്റഡ് അവൈലബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ഡിപ്ലീഷൻ ഓഫ് കൺസംഷൻ. ചില സമയത്ത് ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് മാറും. ചിലപ്പോൾ ചിലത് ഇങ്ങനെ വാസ്റ്റിംഗ് റിസോഴ്സ് ആയിരിക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ചിലതിങ്ങനെ സ്ഥിരമായിട്ട് നിന്നുകൊണ്ടിരിക്കും. ഏതാണെങ്കിലും നമ്മളിന്ന് പറയുന്നത് കാറ്റഗറീസ് ഓഫ് ടൂറിസം റിസോഴ്സസ് ആണ്. പല രീതിയിലുള്ള ടൂറിസം റിസോഴ്സ്. അപ്പോൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന എന്തിനേയും നമ്മൾ റിസോഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ, അതായത് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്രദ്ധിച്ചില്ല നിങ്ങൾ, എൻവിയോൺമെൻറ്റ് നമുക്ക് കിട്ടുന്ന നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന, നമ്മൾ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത് എന്തോ അതിന് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ടൂറിസം റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി സിമ്പിളാണ്. നമ്മൾ ഒരു ടൂറിസ്റ്റിനെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിനെയും അല്ലെങ്കിൽ ഏതൊരു സർവീസിനെയും നമ്മൾ വിളിക്കാം ഇറ്റ്സ് എ ടൂറിസം റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ടൂറിസം റിസോഴ്സാണ്. ടൈപ്സ് ഓഫ് ടൂറിസം റിസോഴ്സിൽ നോർമലി പറയാം 4 ഐറ്റം ഉണ്ട്. ഒന്ന് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയും, കൾച്ചറൽ റിസോഴ്സ്, അതുപോലെ ഇവൻറ്റ്സ്, ആക്ടിവിറ്റീസ്. ഈ ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് വെരി സിമ്പിളാണ്. ഇവൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോഗ്രാംസ് ആവാം. ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പറയുന്നത് ഈ 2 കാറ്റഗറി ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ ടൂറിസം റിസോഴ്സസിനെ വേരിയസ് രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ആദ്യം പറയുന്നത് ഒരു ബേസിക് മോഡലാണ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there are the resources which occur naturally within environment that exist relatively undistributed by mankind in the natural form. അതായത് നാച്ചുറിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സാണ് നാച്ചുറൽ റിസോഴ്സസ്. മാൻകൈൻഡിൻ്റെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്നാമത്തെ ക്ലൈമറ്റ്, അത് നമ്മുടെ ടൂറിസം റിസോഴ്സാണ്. ചില തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അവിടെ കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകൾ എത്തിപ്പെടുന്നത് ആ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് നമ്മളെ ഒരു ടൂറിസം റിസോഴ്സാണ്. രണ്ടാമത്തത് സീനിക് ബ്യൂട്ടി, നല്ല അടിപൊളി സീനറി, നമുക്ക് കാണാൻ പറ്റിയ നല്ല ഒരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകും. അടുത്തത് ലാൻഡ് ഫോംസ്, ബീച്ച് ആൻഡ് മറൈൻ ഏരിയാസ്, ഫ്ലോറ ആൻഡ് ഫൂണ, സ്പെഷ്യൽ എൻവിയോൺമെൻറ്റൽ ഫീച്ചേഴ്സ്, പാർക്ക്, കൺസർവേഷൻ ഏരിയാസ്, നാച്ചുറൽ പാർക്ക്, വൈൽഡ് ലൈഫ് പാർക്ക്, സാനിറ്ററീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം നാച്ചുറൽ നമുക്ക് നൽകിയിട്ടുള്ള റിസോഴ്സസാണ്. ഇത് നമ്മുടെ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ കൾച്ചറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ കൾച്ചർ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള റിസോഴ്സ്.
അതൊന്ന് വരുന്നത് ആർക്കിയോളജിക്കൽ ഓർ ഹിസ്റ്റോറിക്കൽ ഓർ കൾച്ചറൽ സൈറ്റ്സ്, ചില കെട്ടിടങ്ങൾ, ഇപ്പോൾ താജ്മഹൽ അങ്ങനെയൊക്കെ കാണാൻ പോകുന്നില്ലേ, അതൊക്കെ നമ്മൾ കൾച്ചർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ആർട്സ്, പിന്നെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ചില ഭാഗങ്ങൾ ആൾക്കാരെ സ്വഭാവവും അതേമാതിരി കസ്റ്റമർ ട്രഡീഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വരും. കേരളത്തിലെ ആൾക്കാർ കേരളത്തിലെ സ്വഭാവം പഠിക്കാൻ വേണ്ടി വരില്ലേ, നമ്മളെ ചില ഫെസ്റ്റിവൽ ടൈമിലൊക്കെ വിദേശികളൊക്കെ നമ്മുടെ നാട്ടിൽ വരും, ഓണമാവട്ടെ. അപ്പോൾ നമ്മൾ ആ ഒരു ശീലങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ടൂറിസ്റ്റിന് ഉപയോഗിക്കപ്പെടുന്ന ടൂറിസത്തിന് ഒരു റിസോഴ്സായിട്ട് പറയാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ചില സമയത്ത് എക്കണോമിക് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും, അതേപോലെ അല്ലെങ്കിൽ വലിയ ഷോകൾ എല്ലാം ഉണ്ടാവും, ഇവൻറ്റ്സ്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ബേസിസിൽ ഈ ടൂറിസം റിസോഴ്സിനെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഈ ടൂറിസം റിസോഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിൻ്റെ ബേസിൽ എബയോട്ടിക് റിസോഴ്സും അതേപോലെ ബയോട്ടിക് റിസോഴ്സും ഉണ്ട്. എബയോട്ടിക് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്രമൈസ് നോൺ ലിവിങ് തിങ്സ്, നമ്മളെ ചില വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കൾ, ലാൻഡ്, വാട്ടർ, എയർ, ഇതൊക്കെ റിസോഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബയോട്ടിക് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്റ്റെയിൻ ഫ്രം ബയോസ്ഫിയർ, ഫോറസ്റ്റ് ആൻഡ് ദെയർ പ്രൊഡക്ട്സ്, ആനിമൽസ്, ബേർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫിഷ്, അതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ബയോട്ടിക് റിസോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് ഒറിജിൻ്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അബയോട്ടിക് റിസോഴ്സ് ഉണ്ട്, അതേപോലെ ബയോട്ടിക് റിസോഴ്സ് ഉണ്ട്. ജീവനില്ലാത്ത വസ്തുക്കൾ അബയോട്ടിക്, ജീവനുള്ള വസ്തുക്കൾ ബയോട്ടിക് റിസോഴ്സ്. ഓൺ ദി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് പേരിൽ റിസോഴ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഉപയോഗിക്കുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് എന്താണെന്നുണ്ടെങ്കിൽ പെട്രോളിയം മേ എക്സിസ്റ്റ് ഇൻ ദി പാർട്സ് ഓഫ് ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ പെട്രോളിയം ഉണ്ട്, പക്ഷെ നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. അങ്ങനത്തെ റിസോഴ്സിന് പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ റിസോഴ്സ്. രണ്ടാമത്തെ ആക്ച്വൽ റിസോഴ്സ് ഉണ്ട്. ആക്ച്വൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ആക്ച്വൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി പോയാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ. ഓൺ ദി ബേസ് ഓഫ് റിന്യൂവബിലിറ്റീൻ്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ട്. അതായത് നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ട് അതങ്ങനെ അവസാനിപ്പിക്കും, അത് അവസാനിച്ചുകൊണ്ടിരിക്കും, അത് നമുക്ക് റിന്യൂ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ റിസോഴ്സ് ഉണ്ട്. അതേപോലെ റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ട്. റിന്യൂ ചെയ്യാൻ പറ്റാൻ നമുക്കറിയാം, ഫോസിലിൽ നിന്നുണ്ടാകുന്ന പെട്രോളിയം അങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ ഉണ്ടല്ലോ കുഴിച്ചെടുക്കുന്നത്, അതൊക്കെ നോൺ റിന്യൂവബിളാണ്. നമുക്കൊരിക്കലും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല, അത് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുക മാത്രമാണ്. എന്ന് അവസാനിക്കുന്നു, അങ്ങനെ നമ്മളെ അക്കൗണ്ടൻസിയിൽ അതിന് പറയുന്ന പേരാണ് വാസ്റ്റിംഗ് അസറ്റ്സ്, WASTING. ഇനി റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ, ഫോറസ്റ്റ്, ഫിഷറീസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം, നമുക്ക് വീണ്ടും നട്ട് പിടിപ്പിക്കാം മരങ്ങൾ, അതുപോലെ മീൻ വളർത്തിക്കൊണ്ടിരിക്കാം. ചില റിസോഴ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പെർപ്പച്വൽ റിസോഴ്സസ്. പെർപ്പച്വൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ്, എയർ, വിൻഡ്, അങ്ങനെ അതിനൊക്കെ വിളിക്കുന്ന പേരാണ് പെർപ്പച്വൽ റിസോഴ്സസ്. ദേ ആർ അവൈലബിൾ കണ്ടിന്യൂസ്ലി ത്രൂ അറ്റ് എ ലിമിറ്റഡ് റേറ്റ്. ഇപ്പോൾ സണ്ണിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് മാത്രമാണ് ഇതുണ്ടാവുക, സൺലൈറ്റ് ഉണ്ടാവുക, സൂര്യപ്രകാശം ഉണ്ടാവുക. ഇനി വരുന്ന അടുത്തതാണ് ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓണർഷിപ്പ്. അബിക്യൂറ്റിയസ് റിസോഴ്സസ് ആർ ഫൗണ്ട് എവരിവെയർ. അതായത് എയർ, ലൈറ്റ്, വാട്ടർ, അതിന് ഓണർഷിപ്പ് ആർക്കും ഇല്ല, പ്രകൃതിൻ്റെ തന്നെയാണ്. ലോക്കലൈസ്ഡ് റിസോഴ്സസ് ആർ ഫൗണ്ട് ഓൺലി ഇൻ സെർട്ടൈൻ പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കാണപ്പെടുന്നത്, കോപ്പൺ, അയർ, അങ്ങനത്തെ എല്ലാം. ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിൻ്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിഫൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഓണർഷിപ്പിലുള്ള റിസോഴ്സ് ഉണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള റിസോഴ്സ് ഉണ്ട്, നാഷണൽ ഉണ്ട്, ഇൻ്റർനാഷണൽ റിസോഴ്സ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ആ ഫസ്റ്റത്തെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. നാച്ചുറൽ റിസോഴ്സും അതേപോലെ കൾച്ചറൽ റിസോഴ്സ്, അത് രണ്ടും മെയിനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.